നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുന്നംകുളം മരുവായിൽ ഒരു കുടുംബത്തിലെ അച്ഛനും ഭാര്യയും അതുപോലെ തന്നെ മോനും മകളും അടങ്ങുന്ന ഒരു കുടുംബം. പക്ഷേ എല്ലാവരും പിന്നീട് കേട്ടത് ആ കുടുംബം ഒരു കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അതിൽ പിതാവും മകളും മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. അമ്മയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർ നിലവിൽ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. മടക്കിനാക്കിൽ വീട്ടിൽ സിബിയുടെ കുടുംബമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന കുടുംബമായിരുന്നു. പക്ഷേ ഉള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവരെ അലട്ടിയിരുന്നു. ഇതോടുകൂടിയിട്ടാണ് ഒരു കൂട്ട ആത്മഹത്യ നടത്താമെന്ന കുടുംബം തീരുമാനിക്കുന്നത്. സിബി 52 വയസ്സ്, മകൾ അലീന 19 വയസ്സാണ് മരിച്ചിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം നാട്ടുകാരറിഞ്ഞത്. ഗൾഫിൽ ഡിസൈനറായിരുന്നു ഈ സിബി. ശനിയാഴ്ച പുലർച്ചെയാണ് സിബി വീട്ടിലെത്തിയത്. രാത്രിയോടെ തന്നെ കുടുംബം വിഷം കഴിച്ചതായി സൂചനയുണ്ട്. ഞായറാഴ്ച രാവിലെ മുതൽ വീട്ടിൽ ആളുകളെ കണ്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. വിഷം കഴിച്ചെങ്കിലും മരണം സംഭവിക്കാതിരുന്നതോടെയാണ് മകൾ അലീന ജനലിലെ കയറിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോലീസ് അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് വിഷം കഴിച്ചിട്ടും അലീന മരിച്ചില്ല. പിന്നാലെ തന്നെ എന്തായാലും മരണം ഉറപ്പിക്കാൻ തന്നെ ആ വീടിനകത്തുള്ള ഒരു ജനലിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. സിബിയും മരിച്ചില്ല. സിബി വീട്ടുമുറ്റത്തെ കിണറ്റിൽ വന്ന് ചാടുകയും ചെയ്തു. സിബിയുടെ ഭാര്യ ബീന 42 വയസ്സ് കൈഞ്ഞരമ്പ് മുറിക്കാനും പിന്നാലെ തൂങ്ങി മരിക്കാനും ശ്രമിച്ചെങ്കിലും മകൻ ആദിത്യനാണ് കയർ മുറിച്ച് ബീനയെ രക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും അവർ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആദിത്യൻ ബിടെക് കോഴ്സിന് ചേരാനിരിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണ് അലീന. ബീനയും ആദിത്യനും അപകടനില തരണം ചെയ്തതായിട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചികിത്സയിൽ തുടരുകയാണ്. ഏതായാലും വളരെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അച്ഛനും മകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. കടബാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. ഒരു പക്ഷേ ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കും? കുട്ടികൾ രണ്ടും ചെറിയ പ്രായമാണ്. അപ്പോൾ ഇനി മുൻപോട്ട് എങ്ങനെ ജീവിക്കും? ആ ചിലവും കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്കയായിരിക്കാം ഈ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നിരുന്നാലും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളോ ഇവരുടെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുണ്ടോ എന്നുള്ളത് കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നും ഒരു യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലും ഗുരുതര ആരോപണവുമായിട്ട് ഇപ്പോൾ യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ലെന്ന് പറഞ്ഞു മകൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്നാണ് മരിച്ച കാവ്യയുടെ അമ്മ ആരോപിക്കുന്നത്. കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിൻ്റെ അമ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും മരുമകൻ അമ്മ പറയുന്നത് മാത്രമാണ് കേട്ടിരുന്നതെന്നും കാവ്യയുടെ കുടുംബം ആരോപിച്ചു. ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം വഴക്കുണ്ടായതെന്നും കുളിമുറിയിൽ കയറി ഇക്കാര്യം ഫോണിലൂടെ തന്നെ വിളിച്ച് അറിയിച്ച ശേഷമാണ് കാവ്യ ആത്മഹത്യ ചെയ്തതെന്നും അവർ പറയുന്നു. വിവാഹം കഴിഞ്ഞ സമയം മുതൽ വീട്ടിൽ വഴക്കാണ്. ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഒരിക്കലും സ്വസ്ഥത മകൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് കാവ്യയുടെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതായാലും മുൻപ് വിവാഹം 8 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യത മൂലം നേരത്തെ മക്കളുമൊത്ത് നാടുവിട്ട കാവ്യയെയും ഭർത്താവിനെയും പോലീസ് കണ്ടെത്തി തിരികെ കൊണ്ടുവരികയായിരുന്നു. സംഭവത്തിൽ മലയൻകീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.